എവ്രിവൺ, ഞാൻ സൈഷ്മ. നമ്മുടെ ഈ ഒരു എഡ്യൂസോണിൽ നമ്മൾ മെയിൻലി ഫോക്കസ് കൊടുക്കുന്നത് +1 +2 സ്റ്റുഡൻസിന് കെമിസ്ട്രി, അതുപോലെ തന്നെ സുവോളജി ആൻഡ് ബോട്ടണി ആണ്. സുവോളജിയും ബോട്ടണിയും ചേർന്നിട്ട് ബയോളജി അങ്ങനെ ഒരു പേപ്പറായിട്ട്, അതുപോലെ തന്നെ കെമിസ്ട്രിയുമാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ഹൈസ്കൂൾ സ്റ്റുഡൻസിനും നമ്മൾ ഇവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റുഡൻസിന്റെ ആവശ്യം അനുസരിച്ചായിരിക്കും നമ്മൾ ഇവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ മെയിൻലി ഇവിടെ ക്ലാസ് കൊടുക്കുന്നത് +1 +2 സ്റ്റുഡൻസിനാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു BSc കെമിസ്ട്രി സ്റ്റുഡൻസിനും MSc കെമിസ്ട്രി സ്റ്റുഡൻസിനും നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഞാൻ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് കെമിസ്ട്രി ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കുട്ടികളെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. BSc കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്കും MSc കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ എഡ്യൂസോൺ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷം കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. നമ്മുടെ 2020-ലായിരുന്നു ഈ ഒരു ചാനല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഒരു എഡ്യൂസോൺ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഒഫീഷ്യൽ രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിന് മുന്നേ തന്നെ ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ ഈ ഒരു ടീച്ചിങ് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ടീച്ചിങ് പ്രൊഫഷണൽ ഒരു ബേസിക് ഒരു ഇത് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബേസിക്കലി എന്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും 7th വരെയുള്ള കുട്ടികളെയൊക്കെ ഹോം ട്യൂഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഫാഷനിലേക്ക് ഞാൻ എത്തുന്നത്. അതുപോലെ തന്നെ എന്റെ ഫാമിലിയിൽ ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ എന്റെ ഫാദറിന്റെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് തന്നെയായിരുന്നു. അതൊക്കെ ആവാം എന്നെ ആ ഒരു ടീച്ചിങ് രംഗത്തേക്ക് എന്നെ കൊണ്ടുവന്നത് തന്നെ. എന്റെ മെഡിക്കൽ പ്രൊഫഷനോടൊപ്പം തന്നെ ഞാൻ ടീച്ചിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തില് 2012-ലൊക്കെ ആ സമയങ്ങളിലൊക്കെ തന്നെ ഈ ഒരു എഡ്യൂസോൺ സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ ഒരു പേരിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്റെ ഡിഗ്രി കാലഘട്ടങ്ങളിൽ, അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും എന്റെ കൂടെയുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം എനിക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു സർവീസ് എന്ന പോലെ, അതായത് നമുക്ക് കിട്ടുന്ന അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണല്ലോ നമ്മുടെ അറിവ് കൂടുന്നത്. അങ്ങനെ ആ ഒരു ബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെയായിരുന്നു എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് മുതലേ തന്നെ ഫ്രീ ആയിട്ടായിരുന്നു പഠിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെയുള്ള സ്റ്റുഡൻസിന് അവർക്ക് ടഫായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ ആ സമയങ്ങളിലൊക്കെ അവർ പറയുമായിരുന്നു, സൈഷ്മ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, പഠിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നൊക്കെയുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടീച്ചിങ്ങിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ എന്റെ ഒരു മാരേജിനായിട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത്, ഞാനും എന്റെ മദറുമായിട്ട് ഞങ്ങൾ ഒരു മാരേജിന് പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഒരു അങ്കിൾ എന്നോട്, എനിക്ക് ആ അങ്കിളിന്റെ പേരറിയില്ല, അങ്കിൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനന്ന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിന്റെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് ഒക്കെ വന്നു. അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അടുത്ത് നമ്മൾ +1-ലേക്ക് കയറുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് അങ്കിൾ എന്നോട് പറഞ്ഞു, മോള് നന്നായിട്ട് പഠിക്കുന്നതല്ലേ, അപ്പോ ഒന്ന് വെറുതെ നിൽക്കുന്ന സമയം ഈ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കുന്നത് നല്ലതാണ്, അപ്പോ മോൾക്കും ഒത്തിരി കാര്യങ്ങൾ അറിവുണ്ടാവും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. അതിന് മുന്നേ ഒക്കെ അമ്മയെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, കൊച്ചു കുട്ടികളൊക്കെ ഞാനിങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ടീച്ചിങ് എന്നുള്ള ഇതിലേക്ക് വന്നത്. അങ്ങനെ ഞാനും എന്റെ മദറും കൂടെ ചേർന്നിട്ട് ഒത്തിരി ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ, അതായത് അവധി ഒക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒത്തിരി കുട്ടികൾ വന്നു. അതായത് കൊച്ചു കുട്ടികൾ, അതായത് ഈ ഒരു pre-KG മുതൽ ഒരു 7th വരെയുള്ള കുട്ടികളെ അമ്മ പഠിപ്പിക്കുമായിരുന്നു. 8th മുതൽ 12th വരെയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഡിഗ്രി, എന്റെ കെമിസ്ട്രി പഠനകാലങ്ങളിലെല്ലാം ഈ ഒരു കോളേജിലെ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു കൂട്ടം കുട്ടികൾ ഉണ്ടാവും. അതായത് ഞങ്ങളുടെ വീട് മുഴുവൻ നിറച്ച് കുട്ടികളാണ്. അപ്പൊ അവരെല്ലാം പഠിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് എന്റെ ആ ഒരു കാലഘട്ടം പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒത്തിരി ട്യൂഷൻ സെന്ററുകളിലൊക്കെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. കാരണം എനിക്ക് ആ ഒരു പഠിപ്പിക്കുന്നതിനോടുള്ള ഒരു പാഷൻ ഉള്ളത് കൊണ്ടായിരുന്നു. അതിനോടൊപ്പം എന്റെ പഠനം പൊയ്ക്കൊണ്ടിരുന്നു. ഞാനത് ഒരു പാർട്ട് ടൈം എന്നുള്ള രീതിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളൊരു ലെവലിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു PG
കഴിഞ്ഞ സമയത്ത് ആണ് PG 2020 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു എന്തുവാണ് ഈ ഒരു എഡ്യൂസോൺ എന്ന് പറയുന്ന ഈ ഒരു പേരിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ 2020 മെയ്യിലാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ കുട്ടികൾക്ക് എന്താണ് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അല്ലാതെ തന്നെ. അങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പൊക്കോണ്ടിരുന്നു. മോർ ദാൻ 1000ഓളം സ്റ്റുഡൻസിനെ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ, അതായത് എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പഠിപ്പിച്ച എന്റെ കൂടെ പഠിപ്പിച്ച കുട്ടികളെ, കൂടെ പഠിച്ച കുട്ടികളെയും അവരുടെ എല്ലാവരും ചേർത്ത് കഴിഞ്ഞാൽ തന്നെ മോർ ദാൻ 1000 സ്റ്റുഡൻസിനെ വരെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു 2022 ഒക്കെ ആയ സമയത്താണ് എനിക്കിത് ഒരു പാർഷ്യലി ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കുറെ ഹെൽത്ത് ഇഷ്യൂസും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ വീണ്ടും അത് ഞാൻ ഹോം ട്യൂഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെമിസ്ട്രിയുടെ ഫാക്കൽറ്റി ആയിട്ട് എനിക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നത്. പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് അത് ഡിഗ്രി PG സ്റ്റുഡൻസിന് കെമിസ്ട്രി ആൻഡ് ബയോളജി ക്ലാസ് എടുക്കുന്നതായിരുന്നു. അങ്ങനെ അതും കണ്ടിന്യൂ ചെയ്ത് എന്റെ ജോലിയോടൊപ്പം കൗൺസിലിംഗ്, ഞാനൊരു കൗൺസിലിംഗ് മേഖലയിലും കൂടെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടുന്ന ടൈം ഞാൻ ഇതും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിലും ഒക്കെ ആക്റ്റീവ് ആവാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു 2024 വീണ്ടും എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ നമുക്ക് ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് വന്നെങ്കിലും വീണ്ടും നമ്മൾ ഈ ഒരു സംരംഭം കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോ ഈ ഒരു +1 +2 സ്റ്റുഡൻസിനായിരിക്കും നമ്മൾ ഇപ്പോൾ കൂടുതലും ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ക്ലാസ്സസ് ഒക്കെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ക്ലാസ്സസ് വരുന്നത്. കൂടുതലും റെക്കോർഡഡ് സെഷൻ ആണ് നമുക്ക് വരുന്നത്. അതായത് നമ്മുടെ തന്നെ ക്ലാസ്സസ്, അതായത് ഞാൻ തന്നെ കെമിസ്ട്രി ആൻഡ് ബയോളജി സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് അവർക്ക് തന്നെ, അതായത് അവരുടെ ടൈമിനനുസരിച്ച് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു 2025 ഈ ഒരു ക്ലാസ്സസ് ഒക്കെ വരുന്നത്. നമുക്ക് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സെഷൻ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലോ +1 +2 പഠിക്കൂ, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി സബ്ജക്റ്റുകൾ, അതായത് ബോട്ടണി സുവോളജി സബ്ജക്റ്റുകളിൽ ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +1 +2 സ്റ്റുഡൻസിനായിരിക്കും നമുക്കിപ്പോൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വീക്ക്ലി ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റെക്കോർഡഡ് സെഷൻ ആയിരിക്കും നമുക്ക് ഒരു 90% വരുന്നത്. റെക്കോർഡഡ് സെഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ക്ലാസ്സസിന്റെയും റെക്കോർഡഡ് സെഷൻ, അതിന്റെ റിവിഷൻസ് വരുന്നുണ്ട്. അപ്പൊ റെക്കോർഡഡ് സെഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെ ഇരുന്നും നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയും നമ്മൾ മോണിറ്റർ ചെയ്തതിനു ശേഷം അവരുടെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട്, അതായത് പഠനത്തിൽ പുറകിലോട്ട് പോകുന്ന കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. ഈ ക്ലാസ്സസ് എല്ലാം നമ്മുടെ 4 years മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സസ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും, കാരണം എനിക്ക് ഈ ഒരു സ്ക്രീൻ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് എനിക്ക് ഈ ഒരു കണ്ടിന്യൂ ചെയ്യാനും, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് കുറച്ചുകൂടെ എന്റെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് അതിൽ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. പക്ഷെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് 2022 നമുക്കൊരു ആപ്പ് ഉണ്ടായിരുന്നു. അതായത് ഒരു എഡ്യൂസോണിന്റെ തന്നെ നമ്മുടെ സ്വന്തം ഒരു ആപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് പല ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അത് 2021-22 ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും, അതുപോലെ തന്നെ ഫീ ഒക്കെ അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രോഗ്രസ്സും നമുക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ എഡ്യൂസോണിന്റെ തന്നെ നമുക്കൊരു ആപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത്
ആ ഒരു പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ നമ്മളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമ്മൾ പുതിയ രീതിയിൽ നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കുറച്ചുകൂടെ കുട്ടികൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ മലയാളത്തിൽ തന്നെയായിരിക്കും. അതായത് നമ്മുടെ ഇംഗ്ലീഷിലെ കോൺസെപ്റ്റ്സ് ഒക്കെ, അതായത് നമ്മുടെ ഈ കെമിസ്ട്രി കോൺസെപ്റ്റ്സ് ഒക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് നമ്മൾ പഠിപ്പിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ ഈ ഒരു CBSE അതുപോലെ തന്നെ കേരള ബോർഡ് എക്സാമിന് ബേസിസ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. അപ്പൊ നമുക്ക് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി ആണ്. നമ്മുടെ ഫിസിക്സ് ഒക്കെ നമ്മൾ ആ ഒരു 2021 ആ സമയത്തൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഫിസിക്സ് ഒക്കെ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. ഫിസിക്സ് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി, ഈ ഒരു 3 കാര്യങ്ങൾ, അതായത് കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയിലുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ക്ലാസ്സസ് മാത്രമായിരിക്കും നമുക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുവാണ്. BSc കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ BSc ബയോകെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്കും, BSc ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ MSc ബയോകെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഒരു 1-to-1 സെഷൻ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ, ഇവിടെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും നമുക്കുണ്ട്, അതും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.